morning to all. Welcome to our accountancy class. In the previous class, we discussed a problem relating to generalized transaction. What are the rules of debit and credit? Debit and credit rules. Asset increase, debit, asset decrease, credit. Then liability increase, credit, liability decrease, debit. Expense increase, debit, expense decrease, credit. Next one, income increase, credit, income decrease, debit. Then capital increase, credit, capital decrease, debit. ഇത്രയാണ് റൂൾസ് റിലേറ്റിംഗ് ടു ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. റൂൾസ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇതെല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടാവണം. Then in this class we are going to discuss another problem relating to ജേർണലൈസ്ഡ് ട്രാൻസാക്ഷൻ. ഈ പ്രോബ്ലം കൂടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ജേർണൽ എൻട്രി എഴുതാൻ പഠിക്കും. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തിട്ട് ആൻസർ വർക്കൗട്ട് ചെയ്യുക. ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് സാം. 2005 January 1st. Sam commenced business with cash rupees 15,000. January 3rd paid into bank 5,000. Then next date 5 purchase goods from Krishna rupees 1,500. Then next date 7th sold goods to John on credit rupees 400. Next date 10th 10th തീയതി returned goods to Krishna rupees 350. Next 13th purchased machine from Voltas Limited rupees 2,500. Next 15th John returned us goods worth rupees 150. Next 17th paid for repairing machine 75. Next 19th received cash from John on account rupees 200. Next 22 bought goods from Rajan for cash rupees 750. Next 25th advance Kumar 1,500 as loan. Next 28th paid cash to Krishna on account rupees 500. Next 29 withdraw cash from office for personal use rupees 300. Next 31st paid rent rupees 500. Again 31st received commission from Sugumar rupees 250. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ജേർണൽ എൻട്രികൾ എഴുതുന്നത്. ഇനി ഓരോ ട്രാൻസാക്ഷനായിട്ട് എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ എന്താണ്? സാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് rupees 15,000. ഇവിടെ വരുന്ന രണ്ട് ആസ്പെക്റ്റുകളാണ്. ഒരെണ്ണം ക്യാഷും അനദർ വൺ ക്യാപിറ്റലും. ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതേസമയം ബിസിനസ്സിൻ്റെ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, അതേസമയം ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാംസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് 15,000 15,000. നരേഷൻ എഴുതുക ക്യാഷ് ബ്രോട്ട് ഇൻ ആസ് ക്യാപിറ്റൽ. ക്യാഷ് ബ്രോട്ട് ഇൻ ആസ് ക്യാപിറ്റൽ. ദെൻ അടുത്ത ഡേറ്റ് 3-ാം തീയതി പെയ്ഡ് ഇൻ ടു ബാങ്ക്. എന്താണ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ കൊണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതേസമയം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇൻക്രീസ് ചെയ്യുന്ന അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്ന അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 5,000. ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 5,000. നരേഷൻ എഴുതുക ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. നെക്സ്റ്റ് 5-ാം തീയതി എന്താ ട്രാൻസാക്ഷൻ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കൃഷ്ണ. കൃഷ്ണയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി.
പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരിക്കലും ഗുഡ്സ് അക്കൗണ്ടോ ബിസിനസ് അക്കൗണ്ടോ ഒന്നും എഴുതില്ല. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് പർച്ചേസ് അക്കൗണ്ടാണ്. പർച്ചേസ് ഗുഡ്സ് ഫ്രം കൃഷ്ണ. ഇവിടെ ക്യാഷിനാണോ വാങ്ങിച്ചിട്ടുള്ളത്? അല്ല, ക്രെഡിറ്റിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രെഡിറ്റിന് വാങ്ങിക്കുമ്പോൾ ബിസിനസ്സിന് എന്തുണ്ടാവും? ലയബിലിറ്റി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ലയബിലിറ്റി ഏതാണ്? ഒരു ക്രെഡിറ്റർ ആരാണ്? ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആളാരാണ്? ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആളെ നമ്മൾ പറയുന്ന പേരാണ് ക്രെഡിറ്റർ. ക്രെഡിറ്റർ ആരാണ് ഇവിടെ? കൃഷ്ണ അല്ലേ? അപ്പോൾ ബിസിനസ്സിൻ്റെ പർച്ചേസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, അതേസമയം ബിസിനസ്സിന് ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റിയും ഇൻക്രീസ് ചെയ്തു. പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം, അതേസമയം ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ലയബിലിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ വരുന്ന ജേണൽ എൻട്രി, ഇവിടെ ലയബിലിറ്റി ഏതാണ്? കൃഷ്ണയാണ് ലയബിലിറ്റി അല്ലേ? ജേണൽ എൻട്രി എന്താ വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൃഷ്ണ അക്കൗണ്ട്, എമൗണ്ട് 1500. നരേഷൻ എഴുതുക ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം കൃഷ്ണ ഓൺ ക്രെഡിറ്റ്. നെക്സ്റ്റ് 7-ാം തീയതിത്തെ ട്രാൻസാക്ഷൻ എന്താ? സോൾഡ് ഗുഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ്. ജോണിന് ഗുഡ്സ് കടമായി വിറ്റു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? വിൽക്കുകയാണ് ചെയ്തത് അല്ലേ? വിൽക്കുമ്പോൾ ബിസിനസ്സിന് ആരുണ്ടാവും? കടത്തിനാണ് വിറ്റത്. അപ്പോൾ ബിസിനസ്സിന് ഒരു ക്യാഷ് തരാൻ ഒരാളുണ്ടാവും അല്ലേ? അയാളെ നമ്മൾ പറയുന്ന പേരാണ്, ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ആളെ പറയുന്ന പേരാണ് ഡെപ്റ്റർ. ബിസിനസ്സിൻ്റെ ഡെപ്റ്റർ ഇൻക്രീസ് ചെയ്തു, അതേസമയം ബിസിനസ്സിന് എന്താണ്? സെയിൽസ് എന്ന് പറഞ്ഞ ഇൻകം ഇൻക്രീസ് ചെയ്തു. ഇവിടെ ഡെപ്റ്റർ ആരാണ്? ജോൺ എന്ന് പറഞ്ഞ ഡെപ്റ്റർ. ഡെപ്റ്റർ മീൻസ് അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതേസമയം ബിസിനസ്സിൻ്റെ സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്തു. ജേണൽ എൻട്രി ജോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്, എമൗണ്ട് 400. നരേഷൻ എഴുതാം ഗുഡ്സ് സോൾഡ് ടു ജോൺ ഓൺ ക്രെഡിറ്റ്. നെക്സ്റ്റ് 13-ാം തീയതി പർച്ചേസ്ഡ് മെഷീൻ ഫ്രം വോൾട്ടാസ് ലിമിറ്റഡ്. വോൾട്ടാസ് ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്നും മെഷീൻ വാങ്ങിച്ചു. വോൾട്ടാസ് ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്നും മെഷീൻ വാങ്ങിച്ചു. എങ്ങനെയാണ് വാങ്ങിച്ചത്? ക്രെഡിറ്റിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. പർച്ചേസ് മെഷീൻ ആയതുകൊണ്ട് അസറ്റിൻ്റെ പേരിലാണ് പറഞ്ഞില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ കാണിക്കുക? പർച്ചേസ് അല്ല കാണിക്കുക, അസറ്റിൻ്റെ പേരാണ് കാണിക്കുക. ഇവിടെ എന്താ അസറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്? മെഷീൻ. മെഷീൻ എന്ന് പറയുന്ന അസറ്റ് വാങ്ങിക്കുമ്പോൾ ബിസിനസ്സിന് മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതേസമയം ബിസിനസ്സിൻ്റെ വോൾട്ടാസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. വോൾട്ടാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു, അതേസമയം തന്നെ ബിസിനസ്സിൻ്റെ മെഷീൻ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി എന്താ വരിക? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു വോൾട്ടാസ് ലിമിറ്റഡ് അക്കൗണ്ട്, എമൗണ്ട് 2500. നരേഷൻ എഴുതാം മെഷീൻ പർച്ചേസ്ഡ് ഫ്രം വോൾട്ടാസ് ലിമിറ്റഡ് ഓൺ ക്രെഡിറ്റ്. നെക്സ്റ്റ് 15-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ എന്താണ്? ജോൺ റിട്ടേൺഡ് ആസ് ഗുഡ്സ് വർത്ത് ₹150. ജോണ് നമുക്ക് എന്താണ്? ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അതായത് കമ്പനിക്ക് ജോണ് ഗുഡ്സ് റിട്ടേൺ നൽകി. ഇവിടെ ജോൺ ആരാണ്? ബിസിനസ്സിൻ്റെ. ജോണിന് ഗുഡ്സ് വിറ്റിട്ടുണ്ട്. ആ വിറ്റ ഗുഡ്സ് അയാൾ ഡാമേജ് കാരണമായിരിക്കാം ബിസിനസ്സിലേക്ക് റിട്ടേൺ തന്നു. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ജോൺ എന്ന് പറയുന്ന അസറ്റ് കുറയും അല്ലെ? ജോൺ എന്ന് പറയുന്ന അസറ്റ് കുറയും, അതേസമയം ഗുഡ്സ് എന്താണ്? അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും. അതായത് സെയിൽസ് റിട്ടേൺ ഇൻക്രീസ്. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുള്ള മീനിങ് ആണ്. ബിസിനസ്സിൻ്റെ അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതേസമയം ജോൺ എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺ അക്കൗണ്ട്, എമൗണ്ട് 150. നരേഷൻ എഴുതുക ഗുഡ്സ് റിട്ടേൺഡ് ബൈ ജോൺ. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ജോൺ സെയിൽസ് റിട്ടേൺ ആണ്. വിറ്റ ഗുഡ്സ് ആണ് തിരികെ തരുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ അസറ്റ് കൂടും അല്ലേ? വിറ്റ ഗുഡ്സ് തിരികെ ഇങ്ങോട്ട് തന്നെ തന്നു കഴിഞ്ഞാൽ അസറ്റ് കൂടും, അതേസമയം ഡെപ്റ്റർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡെപ്റ്റർ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെപ്റ്ററെ ക്രെഡിറ്റ് ചെയ്യണം, എന്നാൽ ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്? ആ അസറ്റ്, അതായത് ഗുഡ്സ് സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും, എമൗണ്ട് 150. 17th 17-ാം തീയതി പെയ്ഡ് ഫോർ റിപ്പയറിംഗ് മെഷീൻ. റിപ്പയറിംഗ് ചാർജസ്, മെഷീൻ്റെ റിപ്പയറിംഗ് ചാർജസ് കൊടുത്തത്. റിപ്പയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ്. റിപ്പയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും, അതേസമയം എന്താണ് റിപ്പയറിംഗ് ചാർജ് ആയിട്ട് കൊടുക്കുക? ബിസിനസ് ക്യാഷ് ആണ് കൊടുക്കുക അല്ലേ? ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. ജേണൽ എൻട്രി
റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 75 റുപ്പീസ് 75. നരേഷൻ എഴുതുക ക്യാഷ് പെയ്ഡ് ഫോർ റിപ്പയേഴ്സ്, ക്യാഷ് പെയ്ഡ് ഫോർ റിപ്പയേഴ്സ്. നെക്സ്റ്റ് 19th 19-ാം തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം ജോൺ ഓൺ അക്കൗണ്ട്. ജോണിൻ്റെ കയ്യിൽ നിന്ന് ബിസിനസ്സിന് ക്യാഷ് കിട്ടി. ഇവിടെ ജോൺ ആരാണ്? ബിസിനസ്സിൻ്റെ ഡെപ്റ്ററാണ് അല്ലേ, ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ആളാണ് ജോണ്. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിലേക്ക് ജോണിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടും, അതേസമയം ജോൺ എന്ന് പറയുന്ന ഡെപ്റ്റർ ഡിക്രീസ് ചെയ്യുക അല്ലേ. ജോൺ എന്ന് പറയുന്ന ഡെപ്റ്റർ ആരാണ്? അസറ്റ് ഡിക്രീസ് ചെയ്യുക. അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കിട്ടുന്ന സമയത്ത് ക്യാഷ് എന്ന് പറയുന്ന അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺ അക്കൗണ്ട് എമൗണ്ട് 200. നരേഷൻ എഴുതുക ക്യാഷ് റിസീവ്ഡ് ഫ്രം ജോൺ. ദെൻ നെക്സ്റ്റ് 22-ാം തീയതി ബോട്ട് ഗുഡ്സ് ഫ്രം രാജൻ ഫോർ ക്യാഷ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബോട്ട് ഗുഡ്സ് ഫ്രം രാജൻ ഫോർ ക്യാഷ്. ഇവിടെ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഗുഡ്സ് രാജൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അല്ല, ക്യാഷ് ട്രാൻസാക്ഷനാണ്. ദെൻ ക്യാഷ് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും, അതേസമയം ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 750 750. നരേഷൻ എഴുതുക ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. നരേഷൻ എഴുതുക ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. നെക്സ്റ്റ് 25-ാം തീയതി അഡ്വാൻസ്ഡ് കുമാർ റുപ്പീസ് 1500 ആസ് ലോൺ. എന്താണ് പറഞ്ഞതിൻ്റെ മീനിങ്? കുമാറിന് ലോണ് കൊടുത്തു. എത്ര രൂപയുടെ ലോണ് കൊടുത്തു? 1500 രൂപയുടെ ലോണ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കുമാർ ആരാണ്? ബിസിനസ്സിൻ്റെ ഡെപ്റ്ററാണ് അല്ലേ. ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ആളാണ്. അതായത് ബിസിനസ് അയാൾക്കൊരു ആവശ്യം വന്നപ്പോൾ അയാൾക്ക് 1500 രൂപ കടമായിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഡെപ്റ്ററാണ് കുമാർ. ഇനി ഇവിടെ ബിസിനസ് കുമാറിന് ക്യാഷ് കൊടുത്തപ്പോൾ കുമാർ എന്ന് പറയുന്ന ഡെപ്റ്റർ ഇൻക്രീസ് ചെയ്തു, അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്തു. അതേസമയം ബിസിനസ്സിൻ്റെ എന്ത് ഡിക്രീസ് ചെയ്തു? ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി എന്താ വരിക? കുമാർസ് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ജേണൽ എൻട്രി എന്ത് വരും? കുമാർസ് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 1500. നരേഷൻ എഴുതുക ലോൺ ഗിവൺ ടു കുമാർ. നെക്സ്റ്റ് 28-ാം തീയതി പെയ്ഡ് ക്യാഷ് ടു കൃഷ്ണ ഓൺ അക്കൗണ്ട്. കൃഷ്ണയ്ക്ക് ക്യാഷ് കൊടുത്തു. കൃഷ്ണ ആരായിരുന്നു? ബിസിനസ്സിൻ്റെ ക്രെഡിറ്റർ ആയിരുന്നു അല്ലേ. ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആളാണ് കൃഷ്ണ. ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആളാണ് കൃഷ്ണ. അങ്ങനെയാണെങ്കിൽ കൃഷ്ണയ്ക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ ബിസിനസ്സിൻ്റെ കൃഷ്ണ എന്ന് പറയുന്ന ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും. ബിസിനസ്സിൻ്റെ കൃഷ്ണ എന്ന് പറയുന്ന ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും, അതേസമയം ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റും ഡിക്രീസ് ചെയ്യും. ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ലയബിലിറ്റിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ദെൻ അതേസമയം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി എന്ത് വരും? കൃഷ്ണാസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 500. നരേഷൻ ക്യാഷ് പെയ്ഡ് ടു കൃഷ്ണ ഓൺ അക്കൗണ്ട്. ക്യാഷ് പെയ്ഡ് ടു കൃഷ്ണ ഓൺ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് 29 വിഡ്രോ ക്യാഷ് ഫ്രം ഓഫീസ് ഫോർ പേഴ്സണൽ യൂസ്. ഓഫീസിൽ നിന്നും ക്യാഷ് പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്തു. ഇങ്ങനെ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രോയിങ്സ് അല്ലേ, ഡ്രോയിങ്സ്. ഇനി അങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ ഡ്രോയിങ്സ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും, അതേസമയം ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 300. നെക്സ്റ്റ് 31 പെയ്ഡ് റെൻറ്റ് റുപ്പീസ് 500. എന്താണ്
റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ആണ് അല്ലേ. റെൻറ്റ് പെയ്ഡ് എക്സ്പെൻസ് ആണ്. റെൻറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. റെൻ്റായിട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ക്യാഷ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു. ജേണൽ എൻട്രി റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 500. നരേഷൻ എഴുതുക. ക്യാഷ് പെയ്ഡ് ഫോർ റെൻറ്റ്. ദെൻ നെക്സ്റ്റ് റിസീവ്ഡ് കമ്മീഷൻ ഫ്രം സുകുമാർ. സെയിം ഡേറ്റ് തന്നെയാണ് 31st. റിസീവ്ഡ് കമ്മീഷൻ ഫ്രം സുകുമാർ ₹250 250. കമ്മീഷൻ എന്താണ്? റിസീവ്ഡ് ഇങ്കാണ്. കമ്മീഷൻ റിസീവ്ഡ് ഇങ്കാണ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അതേസമയം ഇങ്കായിട്ട് എന്താണ് കിട്ടുന്നത്? ക്യാഷ് ആണ് ബിസിനസ്സിലേക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട് എമൗണ്ട് 250. നരേഷൻ എഴുതുക. ക്യാഷ് റിസീവ്ഡ് ഫോർ കമ്മീഷൻ